എൻ്റെ പേര് ശാലിനി നാരായൺ. ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ക്വാളിഫിക്കേഷൻ വരുന്ന MBA ആണ്. ആൻഡ് ട്രിപ്പിൾ ഐയിൽ ഞാൻ CMA USA ആണ് ചെയ്തത്. ഇപ്പോൾ ബോത്ത് ക്വാളിഫൈ ചെയ്തു, പാർട്ട് 1 പാർട്ട് 2. CMA USA ഫസ്റ്റ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ പറഞ്ഞാൽ, ഒന്ന് പീരീഡ് ഭയങ്കര ഷോർട്ടാണ്. വേറെയും കോഴ്സസ് നോക്കിയിരുന്നു, പക്ഷേ ഒന്ന് 1 ഇയർ കോഴ്സാണെന്ന് അറിഞ്ഞു. പിന്നെ 2 എക്സാംസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കുറെ കൂടെ ചെയ്യാനൊരു ഇത് തോന്നി. പിന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയിട്ട് കുറെ കൂടെ എനിക്ക് പ്രിസൈസ് ആയിട്ടൊരു ഉത്തരം തന്ന് വെച്ചിട്ട് ട്രിപ്പിൾ ഐ ചൂസ് ചെയ്തതാണ് ഞാൻ. അപ്പം പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. ഇപ്പം ഒരുപാട് കേരളത്തിലാണെങ്കിലും ഒത്തിരി പേരത് ചെയ്ത് ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് കയറുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ CMA USA ചൂസ് ചെയ്തത്. CMA USA കുറെ കൂടെ എല്ലാ എല്ലാ റീജിയണിലും, അതായത് ഇപ്പോൾ ഗ്ലോബലി അത് ആക്സെപ്റ്റഡ് ആയതുകൊണ്ട് UAE പോലത്തെ സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യണമെന്നൊരു താല്പര്യം ഉള്ളതുകൊണ്ട് ഈ CMA USA ചൂസ് ചെയ്യാനുള്ളൊരു മറ്റൊരു കാരണം, ഞാൻ BCom പിന്നെ MBA കഴിഞ്ഞിട്ടാണ് CMA USA ചൂസ് ചെയ്യുന്നത്. അത് ഒന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. പിന്നെ ആ കോഴ്സിൻ്റെ ഒരു ഗ്ലാമർ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കുറെ കൂടെ ഒരു സ്റ്റാറ്റസ് എല്ലാം വരും. എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്, ഫൈനാൻഷ്യൽ ഫാക്ടറുണ്ട്, പിന്നെ സ്റ്റാറ്റസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഒരു നല്ലൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ CMA USA എടുക്കുന്നത്. 8th സ്റ്റാൻഡേർഡ് മുതലേ കൊമേഴ്സ് എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ പോകണമെന്നായിരുന്നു അന്ന് മുതലുള്ള എൻ്റെ ആഗ്രഹമാണ്. മെയിനായിട്ട് എൻ്റെ അമ്മ കൊമേഴ്സ് ടീച്ചറാണ്, +2 അക്കൗണ്ട്സ്. അപ്പോൾ അത് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രിപ്പിൾ ഐ എക്സ്പീരിയൻസ്, ഈ ഒരു സർവീസിൽ ഞാൻ വളരെ 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 സാറ്റിസ്ഫൈഡ് ആണ്, ഹാപ്പിയാണ്. ഞാൻ റെക്കോർഡഡ് ക്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഓഫ്ലൈന് വന്ന് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഞാൻ ഫ്രീലാൻസ് ആയിട്ട് ചെറിയ വർക്ക്സ് ഒക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വന്ന് പഠിക്കാൻ പറ്റിയില്ല. പക്ഷേ റെക്കോർഡഡ് ക്ലാസ് എടുത്തു എന്നതിൽ ഞാൻ ഇതുപോലെ തന്നെ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇതിൽ സ്റ്റുഡൻസ് കോർഡിനേറ്റർ ആയിട്ടുള്ള റൈസ മാമിനെ മാത്രമേ എനിക്ക് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. മാമാണ് എന്നെ ഫുൾ ഹെൽപ്പ് ചെയ്തത്. ഞാൻ നോട്ട്സിനാണെങ്കിലും ഫാക്കൽറ്റീസിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണെങ്കിലും എല്ലാം എനിക്ക് റൈസ മാം ത്രൂ ആണ് ഞാനിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്ത് ടെക്നിക്കൽ എന്തെങ്കിലും പിന്നെ നമുക്ക് ഹെൽപ്പ് വേണമെങ്കിലും എല്ലാം റൈസ മാമിനെ ഒന്ന് വിളിച്ചാൽ മതി, എല്ലാം മാം ചെയ്തു തരും. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പിന്നെ റെക്കോർഡഡ് ക്ലാസ് എന്നുള്ളതിലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. എല്ലാം നമ്മൾ നോർമലി ഉള്ള പോലെ തന്നെ ആ ബ്രേക്കും കാര്യങ്ങളും എല്ലാം. പിന്നെ നമുക്ക് കുറെ കൂടെ പെട്ടെന്ന് മനസ്സിലാവും എന്നൊക്കെ ആണെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡായിട്ട് കാണാം. എല്ലാം വളരെ നന്നായിരുന്നു. സോ ട്രിപ്പിൾ ഐ എടുത്തതിൽ ഞാൻ പറഞ്ഞ പോലെ ശരിക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എല്ലാവരോടും പറയുന്നതുകൊണ്ട്, ഞാൻ ആരോടും പറയാതെയാണ് ഈ കോഴ്സ് ചെയ്തത്. പക്ഷേ അതുകൊണ്ട് അതിനൊരു ഇരട്ടി മധുരം എന്നൊക്കെ പറയണ പോലെ ഭയങ്കര ഹാപ്പിയാണ്. ഫസ്റ്റ് CMA ചെയ്യാന്ന് പാരൻസിൻ്റെ അടുത്തൊന്നും അങ്ങനെ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിലുള്ള കുറച്ചൊരു സേവിങ്സ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കോഴ്സിലേക്ക് വന്നത്. അപ്പം പാരൻസിനും അങ്ങനെ വലിയൊരു എന്ത് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഇത്. പിന്നെ ഫസ്റ്റ് പാർട്ട് എഴുതി കഴിഞ്ഞത് എന്നെ ഇവിടെ നിന്ന് തന്നെ പഠിച്ച ഒരു കുട്ടിയാണ് ശരിക്കും എക്സാം രജിസ്ട്രേഷനും ഒക്കെ ഹെൽപ്പ് ചെയ്തത്. എങ്ങനെ പഠിക്കണം, നമ്മൾ എന്താ പറയുക, ഒരു 3 hours കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിട്ടുള്ള ഒരു വർക്കൗട്ട് ഉണ്ട്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ആദ്യം നമ്മളൊരു മോഡൽ എക്സാം ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു 3.5 hours എടുക്കും, ചിലപ്പോൾ 4 hours എടുക്കും. ഇത് കഴിഞ്ഞ് ഈ കണ്ടിന്യൂസ് പ്രാക്ടീസ് കാരണം നമുക്ക് 2.5 hours ഒക്കെ എടുത്ത് ഈ 100 questions വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അത് എക്സാമിനും അങ്ങനെ തന്നെയായിരുന്നു. 2.5 hours എടുത്തിട്ട് എനിക്ക് MCQ ചെയ്യാൻ പറ്റി. എനിക്ക് ആക്ച്വലി ½ an hour ബാക്കിയായിരുന്നു 4 hours എല്ലാം കഴിയുമ്പോൾ. അപ്പം ജോസാണ് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജോസാണ് എന്നെ ശരിക്കും അത് ഹെൽപ്പ് ചെയ്തത്. അപ്പം ഫസ്റ്റ് ഞാൻ ക്വാളിഫൈഡ് ആയെന്ന് പറഞ്ഞപ്പോൾ പാരൻസ് ഒന്ന് സർപ്രൈസ്ഡ് ആയി. ഫസ്റ്റ് ക്വാളിഫൈ ആയി. അപ്പോൾ അവർ ഇതിനെപ്പറ്റി കൂടുതൽ പിന്നെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ പിന്നെ അവർ കൂടുതൽ എന്തായി, എങ്ങനെ പഠിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരും കൂടുതലായിട്ട് നോക്കാൻ തുടങ്ങി. പിന്നെ ഫസ്റ്റ് പാർട്ടിൻ്റെ ഈ പറഞ്ഞ പോലെ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ലായിരുന്നു, റിസൾട്ട് എങ്ങനെയാണ് എന്താണെന്നൊന്നും. പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു, വന്നു, പാസ്സായി, ക്രെഡിറ്റ് വന്നു, ഒക്കെ ഓക്കെ. സെക്കൻഡ് പാർട്ടിൽ വന്നപ്പം കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവരുടെ വാല്യുവേഷൻ കുറച്ച് ഇടയ്ക്കൊന്ന് അവർ ടൈറ്റാക്കി. അപ്പോൾ നമുക്ക് ഇവരുടെ വാല്യുവേഷനൊന്നും കാര്യമായിട്ട് അറിയാത്തത് കൊണ്ട് നല്ല ടെൻഷനായിരുന്നു. പക്ഷേ പാർട്ട് 2ൻ്റെ റിസൾട്ട് വന്ന് ഞാൻ ഒരു 6:30 വരെ ഞാൻ വെയിറ്റ് ചെയ്തു. പക്ഷേ വന്നില്ല. ഞാൻ വിചാരിച്ചു ഇന്ന് വരില്ല, ഞാൻ വളരെ ഫ്രീ ആയി.
ഞാനൊന്ന് ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് എന്നെ ഇവിടുന്ന് ട്രിപ്പിൾ ഐന്ന് ജോസ് വിളിച്ച് പറയുന്നത് റിസൾട്ട് വന്നു. ഞാൻ ആകെ പാനിക്കായി. ഞാൻ ഷോപ്പിംഗ് ഒക്കെ പകുതിക്കിട്ടു. അപ്പോഴേക്കും സൈറ്റ് ഹാങ് ആയി. പിന്നെ വീട്ടിൽ വന്ന് ചാടി കയറി നോക്കുമ്പം ഒത്തിരി നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിസൾട്ട് വന്നപ്പോൾ പാസ് എന്നുള്ളത് കണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് വിളിച്ചത് ഞാൻ ഫാക്കൽറ്റീസിനെ വിളിച്ച് പറഞ്ഞു, റൈസ മാം വിളിച്ചു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹാപ്പി എന്ന് പറഞ്ഞാൽ എനിക്കിന്ന് ഫസ്റ്റ് പാർട്ടിനെക്കാളും ഞാൻ ഹാപ്പി ആയത് സെക്കൻഡ് പാർട്ടിന് റിസൾട്ട് വന്നപ്പോഴാണ്. എങ്ങനെ അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് എനിക്ക് പറഞ്ഞ് തരാറില്ല. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മുടെ പേരൻ്റെ മുന്നിലൊരു CMA എന്നുള്ളതൊരു വന്നപ്പോൾ അപ്പം ഇവിടുത്തെ നമ്മുടെ ഫാക്കൽറ്റിയായ അബ്ദു സാറിനോട് പറഞ്ഞപ്പോൾ സാറ് എനിക്ക് ഇങ്ങോട്ട് അയച്ചതും CMA ശാലിനി എന്നാണ്. അപ്പോൾ അത് ഒരു ബ്ലസ്ഡ് മൊമെൻ്റ് ആയിരുന്നു. ആക്ച്വലി അത് വളരെ വളരെ ബ്ലസ്ഡ് ആയിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഉള്ള ഫാക്കൽറ്റീസിൽ അർഷദ് സാർ ആയിട്ടായിരുന്നു കൂടുതൽ. പിന്നെ ഷാവുൽ സാറൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അർഷദ് സാറൊക്കെ 2 സബ്ജക്റ്റ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് വളരെ കുറച്ചുകൂടെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. സെക്കൻഡ് പാർട്ട് വന്നപ്പോൾ അബ്ദു സാർ വന്നു. ഇതുപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അവർ എത്ര ലേറ്റ് ആണെങ്കിലും നമ്മുടെ ഡൗട്ട്സ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്തിട്ട് അവരുടെ അടുത്തേക്ക് പോവുള്ളൂ. പിന്നെ മെയിനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് പാർട്ടിൻ്റെ സമയത്ത് ഒരു നമുക്കൊരു സ്കെഡ്യൂൾ ചെയ്തൊരു ക്ലാസ്സസ് തന്നിരുന്നു, റിവിഷൻ ക്ലാസ്. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. ഞാൻ ആക്ച്വലി ഫസ്റ്റ് പാർട്ട് ക്വാളിഫൈ ചെയ്യുന്നത് 2.5 മാസം കൊണ്ടാണ്. അതിൻ്റെ മെയിൻ റീസൺ ഈ റിവിഷൻ ക്ലാസ് ആണ്. റിവിഷൻ ക്ലാസ് തന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡെയിലി ഇന്ന് ഇത്ര തീർക്കണം എന്നുള്ളത് നമ്മളായിട്ട് ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഫാക്കൽറ്റീസിൻ്റെ ഒരു ഹെൽപ്പായിരുന്നു. ആ ഒരു 1.5 മന്ത് റിവിഷൻ ക്ലാസ്. അത് ഈ പറഞ്ഞ പോലെ അവർ ഈ റിവിഷൻ ക്ലാസ് കഴിഞ്ഞും നമ്മൾ ഡൗട്ട്സ് ചോദിച്ചാലും ഇവർ പറഞ്ഞു തരും. എത്ര ബിസി ആണെങ്കിലും എത്ര ലേറ്റ് ആയാലും നമുക്ക് ലേറ്റ് നൈറ്റ് നമ്മൾ ചിലപ്പം ഡൗട്ട്സ് അയക്കും, അവർ നമുക്കതിന് റിപ്ലൈ തരും. അതിലൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈക്ക് നമ്മളെ അവർ അത്രയും അധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഫാക്കൽറ്റീസിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ ഹാപ്പിയാണ്. മൊത്തത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സിനോട് പോലും പറഞ്ഞിട്ടില്ല. ലൈക്ക് ഇങ്ങനൊരു എനിക്ക് എന്തെങ്കിലും ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, അത് എന്താന്ന് പറയില്ല, ബിസിനസ്സോ എന്തെങ്കിലും പഠിക്കാനോ എന്തെങ്കിലും പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ ആരും അറിയാതെയാണ് ഈ കോഴ്സൊക്കെ രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് പാർട്ട് ക്വാളിഫൈ ചെയ്തപ്പോഴും റൈസ മാം ഫോട്ടോയ്ക്ക് വെച്ചപ്പോൾ ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു പിന്നെ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. എൻ്റെ ഫോട്ടോ ഇടരുത് എന്നൊക്കെ പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞ് കംപ്ലീറ്റ് ക്വാളിഫൈ ചെയ്തപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ വളരെ ക്ലോസ് 2 ഫ്രണ്ട്സിനെയാണ് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചതും നീ ഒളിച്ചും പാത്തും പോയാണോ എക്സാം എഴുതിയെന്നാണ് എന്നോട് അവർ ചോദിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കാലിക്കറ്റ് വന്ന എക്സാം എഴുതുന്നു. അപ്പം റൈസ മാം എന്നെ വിളിച്ച് ചോദിച്ചതും ഇനിയിപ്പോൾ എത്ര വേണമെങ്കിലും ഫോട്ടോ ഇടാമല്ലോ, നിനക്ക് കുഴപ്പമില്ലല്ലോ എന്നാണ്. അപ്പോൾ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നമുക്കൊരു ഭയങ്കര ഇതായിരുന്നു. ഒത്തിരി ഫ്രണ്ട്സും ഇപ്പം നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ സ്റ്റോറി ഇടാണ് ചെയ്തത്, ഞാൻ ക്വാളിഫൈ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് പേര് നമ്മൾ വർഷങ്ങളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്ത ആൾക്കാരൊക്കെ നമുക്ക് മെസ്സേജ് ചെയ്ത് നമ്മളെ ഇങ്ങനെ കൺഗ്രാജുലേറ്റ് ചെയ്യുമ്പം ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഒരുപാട് പേര് ഈ കോഴ്സിനെ പറ്റി ചോദിക്കാൻ തുടങ്ങി. എന്താണ്, എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് സ്ട്രക്ചർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അവർ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാം കൊണ്ടും ആ ഒരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു അത്. പിന്നെ ഹോക്ക് മെറ്റീരിയലാണ് ട്രിപ്പിൾ ഐ പൊതുവെ തരാറ്. അത് വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ക്ലാസ് കഴിഞ്ഞ് വന്നിരുന്ന് നമുക്ക് വായിക്കാം. വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും മനസ്സിലാവും. ക്ലാസ്സും ഫാക്കൽറ്റീസിൻ്റെ ഹെൽപ്പും എല്ലാം കൊണ്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാം. ഞാനൊരു മെറ്റീരിയൽ മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ, ഹോക്ക് മാത്രമേ ഫോളോ ചെയ്തിട്ടുള്ളൂ. അത് തന്നെ പാസ്സാവാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് മെറ്റീരിയലും എടുത്ത് പഠിക്കണം എന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. CMA എന്നുള്ള കോഴ്സ് ഞാൻ എന്തായാലും എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. ഒന്ന്, നമുക്ക് ചെറിയ പീരീഡാണ്, ആർക്ക് വേണമെങ്കിലും അത് പഠിക്കാൻ പറ്റുന്നേ ഉള്ളൂ. പിന്നെ ഒരുപാട് നെഗറ്റീവ് ആകാതിരിക്കുക. കാരണം എക്സാംസ് അതിൻ്റെ എമൗണ്ട് ഒക്കെ നോക്കിയിട്ട് മാക്സിമം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഞാൻ പാസ്സാവും, എനിക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്തായാലും പാസ്സാവും. ഒരുപാട് പേര് ചോദിക്കും കഴിഞ്ഞോ കഴിഞ്ഞില്ലേ പഠിച്ചോ. മാക്സിമം ആരോടും പറയാതിരിക്കുക, ഒറ്റയ്ക്ക് പഠിക്കുക, ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇത് പാസ്സാവാൻ പറ്റും. ഇത് CMA USA എടുക്കണം എന്ന് ആഗ്രഹമുള്ളവർ എടുക്കുക. ഓൾ ദി ബെസ്റ്റ്.